ഹായ് ഫ്രണ്ട്സ്, M4tech ക്രാഫ്റ്റ് മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇതുപോലൊരു പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ച് എങ്ങനെ ഇതുപോലൊരു ക്രാഫ്റ്റ് വർക്ക് ചെയ്തെടുക്കാം എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പം നേരെ വീഡിയോയിലേക്ക് വിട്ടാലോ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഈ ക്രാഫ്റ്റ് വർക്ക് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്ന വൂളൻറ്റിൻ്റെ 2 നൂലാണ്. അത് ഏത് കളർ വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള കളറ് എടുക്കാം. മാർക്കറ്റിലെല്ലാം അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഒരു ചാർട്ട് പേപ്പർ, പിന്നെ തെർമോകോൾ കട്ടർ, പിന്നെ ഏതെങ്കിലും ഒരു ഗമ്മ്, പിന്നെ കത്രിക, പിന്നെ ഈ മാലയുടെയൊക്കെ മുത്തിൽ അതൊരു 5-6 പിന്നെ ഈ വാട്ടർ ബോട്ടിൽ, വീട്ടിൽ ഉപയോഗിക്കാനായി കിടക്കുന്ന വാട്ടർ ബോട്ടിൽ ഇത്. ഓക്കെ, അപ്പോൾ നമ്മളിതാ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ വായ്ഭാഗവും അടിഭാഗവും ഒന്ന് കട്ട് ചെയ്യണം. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ സൂക്ഷിക്കുക, നല്ല മൂർച്ചയുള്ള കട്ടറാണ്, ആയുധം വെച്ചുള്ള കളിയാണ്. അപ്പോൾ അതുപോലെ തന്നെ അടിഭാഗവും കട്ട് ചെയ്യുക. അടിഭാഗവും വായ്ഭാഗവും കട്ട് ചെയ്തെടുത്ത പീസാണ്. അപ്പോൾ ഈ പീസ് ഇതാ ഈ ചപ്പാത്തി പരത്തണ പോലെ, അല്ല പരത്തണ പോലെ ഇതാ ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. നല്ല രീതിയിൽ തന്നെ പരത്തുക. അതിന് വേണ്ടി ഒന്ന് കത്രികയുടെ ഇവിടം വെച്ച് ശരിക്കും പരത്തിയെടുക്കുക. ഇങ്ങനെ പരത്തിയെടുക്കുക. ഓക്കെ, അപ്പോൾ ഇത് നമുക്കൊരു 9 പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഒരു 9 പീസസ് നമ്മൾ കട്ട് ചെയ്തെടുത്തു. നല്ല മൂർച്ചയുള്ള കത്രിക വേണം, അല്ലെങ്കിൽ ഈ പീസസ് ഒന്നും ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ പാടായിരിക്കും. നല്ല മൂർച്ചയുള്ള കത്രിക തന്നെ യൂസ് ചെയ്യുക. അങ്ങനെ ഒരു 9 പീസ് എടുത്തു. ദെൻ പിന്നെ ഞാൻ പീസിൻ്റെ ഈ മുകൾ ഭാഗം കണ്ടു, അതിൻ്റെ അവിടെ നിന്ന് നേരെ താഴേക്കാണ് ഇങ്ങനെ കാണിക്കുക. നേരെ താഴത്തേക്ക് ചെയ്യുമ്പോഴേക്കും ഇതൊരു ഹാർട്ട് ഷേപ്പിലായിരിക്കും. അപ്പോൾ ഇതുപോലെ ഈ ബാക്കി 8 പീസും ഇതാ ഇതുപോലെ ഇങ്ങനെ ആക്കി എടുക്കുക. അപ്പോൾ ആ 9 പീസസ് ഇതാ ഇങ്ങനെ ഹാർട്ട് ഷേപ്പിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്തു. ദെൻ ഇത് മുഴുവൻ നമ്മൾ മറ്റേ വൂളൻ്റെ മുകളിൽ ഏതെങ്കിലും സെലക്ട് ചെയ്ത ഒരു വൂളൻ്റെ മുകളിൽ അല്ല 2 വൂളിൻ്റെ മുകളിൽ നമ്മളിങ്ങനെ കെട്ടിയെടുക്കുക. നന്നായിട്ട് തന്നെ കെട്ടിക്കൊടുക്കുക. ഇത് ലൂസാകാൻ പാടില്ല, ടൈറ്റായിട്ട് തന്നെ. അവസാനം നമ്മളിതാ നൂലുകളെല്ലാം കെട്ടിയെടുത്തിട്ടുണ്ട്. ഈ ഓറഞ്ച് 5ഉം ഈ നീല 4ഉമാണ്. അങ്ങനെ 9 പീസുകളാണ്. അതിനുശേഷം ഒരു ചാർട്ട് പേപ്പർ ഇങ്ങനെ എടുക്കുക. ആ ചാർട്ട് പേപ്പറിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് വിടുക. ഇതൊരു റോസാപ്പൂ ഉണ്ടാക്കാനായിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. അതിനാണ് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നത്.
ഇനി ഇതിങ്ങനെ ഒരു ചുറ്റി ഒരു റോസാപ്പൂവിൻ്റെ ആകൃതിയിലേക്ക് അങ്ങനെ മാറ്റിയെടുക്കാം. എന്നിട്ട് അതിൻ്റെ ഇങ്ങനെ റോസാപ്പൂവിൻ്റെ ഒരു ആകൃതിയിലായിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ അടിഭാഗം നമുക്കൊരു ഗമ്മോ ഏത് വശമാണെങ്കിൽ യൂസ് ചെയ്യാം, അത് വെച്ച് നമുക്കൊന്ന് ഒട്ടിച്ചു. ഓക്കെ, അതിനുശേഷം നമ്മൾ വീട്ടിൽ നമ്മുടെ പഴയ മാലയോ അല്ലെങ്കിൽ ഇങ്ങനെ സ്പോഞ്ചിൻ്റെ എന്തെങ്കിലും ഇങ്ങനെ റോള് പോലെ ഉണ്ടാക്കി എന്തെങ്കിലും വെച്ച് ഇവിടെ ഒരു അലങ്കാരത്തിന് വേണ്ടി അത് ഇവിടെയും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അവസാനം എന്താ ഫ്രണ്ട്സ്, ഇങ്ങനെ ഒരു ക്രാഫ്റ്റ് വർക്ക് ആയിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.